ശക്തമായ മഴയെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രളയ മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും നോയിഡയിലും ഗുരുഗ്രാമിലും ഓറഞ്ച് അലർട്ടാണ്. യമുനയിലെ ജലനിരപ്പ് അപകട നിരക്കിന് മുകളിലാണ്. പഴയ റെയിൽവേ പാലത്തിൽ ജലനിരപ്പ് 205.8 മീറ്ററായി ഉയർന്നു. ഹരിയാനയിലെ ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്ന് വലിയ തോതിൽ വെള്ളം ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ ദൃശ്യങ്ങൾ തന്നെ ഭയപ്പെടുത്തുന്നതാണ്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ ജലനിരപ്പ് ഉയർന്നു കയറിയിട്ടുമുണ്ട്. ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? മാധു, രാജ്യ തലസ്ഥാനത്ത് ഇപ്പോൾ വീണ്ടും ചെറിയ തോതിലെങ്കിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഇതിനോടകം തന്നെ ഹത്നികുണ്ട് അണക്കെട്ടിൽ നിന്നും ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് വലിയ തോതിലാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രളയ മുന്നറിയിപ്പാണ്. മാത്രമല്ല യമുന ഘാട്ടിലടക്കം വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും ആളുകൾ ഇതിനോടകം തന്നെ ദുരിതം അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കും എല്ലാം തന്നെ രൂപപ്പെടുന്നുണ്ട്. മഴ കൂടി ഇപ്പോൾ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അതായത് വീണ്ടും കാര്യങ്ങൾ സങ്കീർണമാകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ എന്തായാലും പറയാൻ സാധിക്കുക. അടുത്ത 3-4 മണിക്കൂർ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് അത് രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഗാസിയാബാദിലും ഗാസിപൂരിലും മാത്രമാണ് നിലവിൽ യെല്ലോ അലർട്ട് എന്തായാലും ഇപ്പോൾ ഉള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി ഈ പഴയ റെയിൽവേ പാലം, അതായത് ഇതിനോടകം തന്നെ യമുനയിലെ ജലനിരപ്പ് 205.8 അടി കടന്നിട്ടുള്ള 8 മീറ്റർ അടി കടന്നിട്ടുള്ള ആ പാലം പൂർണ്ണമായിട്ടും അടയ്ക്കാൻ പോവുകയാണ്. ഗതാഗതമോ ആളുകളെ പ്രവേശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല എന്നുള്ള കാര്യം കൂടി ജില്ലാ ഭരണകൂടങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും 20,000 ആളുകളെയാണ് എന്തായാലും ഈ ഒരു പ്രളയം ഇപ്പോൾ ബാധിക്കുക എന്നുള്ള വിലയിരുത്തലാണ് നിലവിലുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളിൽ 15,000 ആളുകൾ 6 ജില്ലകളിലായിട്ടുണ്ട്. അതിനു പുറമെ പ്രളയം നേരിട്ട് ബാധിക്കുന്ന ഇടങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ അർജുൻ? മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറ്റിപ്പാർപ്പിക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത് അവരെ എത്രയും പെട്ടെന്ന് മാറ്റിപ്പാർപ്പിക്കാൻ താൽക്കാലിക ടെന്റുകൾ ഇപ്പോൾ മയൂർ വിഹാറിലടക്കം ഹൈവേകളുടെ ഓരത്തായി വെള്ള ടെന്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് താൽക്കാലികമായി പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാനും സ്ഥാപിക്കാനും സാധ്യമായിട്ടുള്ള ടെന്റുകളാണ് ഇതെല്ലാം ഇപ്പോൾ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഉയരത്തിലാണ്, അതായത് ഫ്ലൈ ഓവറുകൾക്ക് മുകളിലൊക്കെ ആയിട്ടാണ് ഈ ടെന്റുകൾ, താൽക്കാലിക ടെന്റുകൾ ഇപ്പോൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രളയഭീതിയിലാണ് ഡൽഹി. ധാരാളം ജലം ഇപ്പോഴും യമുനയിലേക്ക് ഒഴുകിയെത്തുന്നു. ജലനിരപ്പ് അപകട സൂചികയ്ക്ക് മുകളിലാണ്. 20,000 പേരെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വിലയിരുത്തുന്നത്.